മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. പലരുടെയും എല്ലാവരുടെയും എന്ന് പറഞ്ഞിട്ടില്ലേ. ചില അപ്പാവികളുടെ ദൈവസ്നേഹമാണ് തണുത്തു പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് അധർമ്മം വർദ്ധിക്കും. അധർമ്മം എന്ന് പറയണ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പല വീടുകളിൽ അധർമ്മം അനുഭവിക്കുന്നത് ഒത്തിരി പേരുണ്ട്. അധർമ്മം അനുഭവിക്കുന്നവരുണ്ട്. കാര്യം വീടുകളിൽ പലതരത്തിലുള്ള അധർമ്മം വരും. ചിലപ്പോൾ മൂത്ത മകനെ ഓടായിരിക്കും ഈ അപ്പനും അമ്മയ്ക്കൊക്കെ സ്നേഹം. അപ്പോൾ ഇളയവന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പാഴ്സൽ ചെയ്യാൻ അവർ നോക്കും. ചിലപ്പോൾ മൂത്ത മരുമകൾ വന്നിട്ട് ഇവരെല്ലാത്തിൻ്റെയും കയ്യിലെടുക്കും. അപ്പനെയും അമ്മനെയും ഒക്കെ അവർ പാക്ക് ചെയ്യും. ഇളയ മരുമകൾക്ക് അത്രയും ചാതുര്യം ഉണ്ടാകത്തില്ല. അവർ നീതി ബോധമായിട്ട് ജീവിക്കണമെങ്കിൽ ആൾക്കാരെ കൈ സോപ്പിടാനൊന്നും അറിയാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ സോപ്പിടുന്നതിൻ്റെ കൂടെ അവർ സോപ്പിട്ട് പതപ്പിച്ച് ഈ ആൾക്കാരെയും കൊണ്ട് പോകും. അപ്പോൾ അവരുടെ സ്വത്തും മകവും കാര്യങ്ങളെല്ലാം അവർ സോപ്പിട്ടെടുത്ത ആൾക്കാരുടെ കിട്ടും. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ കുഞ്ഞിനൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ പോലും ചില സമയത്ത് കഷ്ടപ്പെടും. ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ആരും കുഞ്ഞ് ഉടുപ്പുണ്ട ക്രിസ്മസ് അല്ലേ വരണത്, അങ്ങനെ ഒന്നും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അപ്പനും അമ്മയും ചോദിക്കത്തില്ല. പക്ഷേ അവരുടെ മക്കളുടെ അവർക്കിഷ്ടമുള്ള മക്കളുടെ കാര്യത്തിൽ ചോദിക്കാൻ നമുക്ക് കേൾക്കുകയും ചെയ്യും. അപ്പോഴിവർ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊന്തയില്ലോ പറയും, ഈ പന്നി കൊന്തയിലിട്ട് വല്ല കാര്യമുണ്ടോ, ഇവരുടെ കയ്യിരിപ്പ് ഇത്രയും മോശമില്ല, അധർമ്മം വർദ്ധിക്കണില്ലേ വീട്ടിൽ. മനസ്സിലായില്ലേ? ഇപ്പം അമ്മച്ചിക്ക് മൂത്ത മകളോടാ അല്ലെങ്കിൽ മരുമകളോടാണ് ഇഷ്ടം. അപ്പോൾ ഇവരുടെ സ്വത്തെല്ലാം അവിടെ കൊടുക്കുക. ഇവരെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് പറഞ്ഞതല്ലേ, അത് മേടിക്കേണ്ടതല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുങ്ങൾ ചോദിക്കും, ദൈവമേ നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, നമ്മുടെ കാര്യം ചോദിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ആ വല്യമ്മ തള്ളേനെ ഇവിടെ വന്നു വെച്ചാൽ പ്രാർത്ഥിക്കാൻ പാ എന്ന് വിളിക്കണത്. പിന്നെ ഇവർ വിളിച്ചാൽ പന്നി പോകുമെന്ന് പറയും. അധർമ്മം വർദ്ധിക്കണതാണ് വീട്ടിലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടാകണം മക്കളെ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുടുംബത്തിലുണ്ടാകണം ഇതുപോലെയുള്ള വിഷയങ്ങൾ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ദൈവത്തിരുസന് ഇതിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അപ്പം അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്താ പറയണത്? 24:10 എന്താ പറയണത്? സ്നേഹം തണുത്ത് പോകും. പക്ഷെ അതൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ സ്നേഹം തണുത്ത് പോണതാണോ എന്നറിയാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ഈ വലിയമ്മ തള്ളയെ വെച്ചുകൊണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണതായിരിക്കും. ചിലപ്പോൾ മരുമക്കളെ വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. വലിയമ്മ തള്ള പള്ളിക്ക് കയറേണ്ട കാര്യമില്ല. അതിനേക്കാളും വലിയ ബെസ്റ്റല്ലേ മരുമക്കൾ വന്ന് ലാൻഡ് ചെയ്യണവരെ. അപ്പോൾ ഇവർ ഓരോരുത്തർക്ക് നമ്മൾ നോക്കുമ്പോൾ ആകപ്പാടെ ഒരു പെശകാണ്. പ്രാർത്ഥന വേറെ, പ്രവർത്തനം വേറെയാണ് കുടുംബത്തിൽ. അത് കാരണം പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിശ്വാസമില്ല. ഇളയ മരുകൾ എന്തിനാണ് കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ നടക്കുന്ന സമയത്ത് കൊച്ചിനെ നുള്ളി നോവിച്ച് നിലവിളിപ്പിച്ച് എന്തിനാണ് അവൾ പുറത്തു പോണത്? അവൾക്ക് ഇതിനോടൊരു പ്രതിഷേധമാണ്. ഇളയ മരുമകളെ ആ കൊച്ചിനെങ്ങനെ പാല് കൊടുത്ത് വെറുതെ പുറകെ കിടന്ന കൊച്ചിനെ എടുത്ത് നുള്ളു ഇരുട്ടത്ത് വെച്ചോണ്ട് അവരുടെ കായിന്ന് പറഞ്ഞാൽ നിലവിളിക്കും. ഓരോരോ പറഞ്ഞ് ഇവൾ ചാടി പുറത്ത് വീഴും. അവളുടെ മനസ്സിരിക്കണത് എന്തിനാണ്? ഈ പണ്ടാരത്തിലൂടെ പ്രാർത്ഥിക്കണ നല്ലത്, ഒറ്റക്ക് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും. അധർമ്മം വർദ്ധിക്കുന്നുണ്ട. അത് വർദ്ധിക്കുമ്പോൾ ദൈവസ്നേഹം തണുത്തു പോവുകയാണ്. ഇത് കുറേ മനുഷ്യരുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പല ദൈവസ്നേഹവും അളക്കണതും തൂക്കണതും അത് വെരിഫൈ ചെയ്യണതെല്ലാം വീട്ടിലുണ്ടാകുന്ന ചില ചിലവർ ഇവരെന്തിനാ കുർബാന സ്വീകരിക്കണത്? ഇവർ വീട്ടിൽ വന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും ആ നാട്ടിൽ നിന്ന് ഓടിക്കളയെന്ന് പറയും. കാര്യം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തു പോയിരിക്കണത്. വീട്ടിൽ കാണിക്കുന്ന അപ്പം നിങ്ങൾ ഉടമ്പടിയിലാകുമ്പോൾ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ
ഉടമ്പടിയിലൊരു വാക്കുണ്ട്, യഷ്റൂം. കഴിഞ്ഞ ദിവസങ്ങളിലെ ജോസ്നയുടെ സാക്ഷ്യങ്ങളാണത് ഞാൻ കണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെഡിക്കലിൽ നിൽക്കുകയാണ്. ആദ്യത്തെ മെഡിക്കൽ പൊട്ടിപ്പോയി, നടുവ് വളഞ്ഞിരിക്കുകയാണ്, എല്ല് വളഞ്ഞിരിക്കുകയാണ്, പൊട്ടിപ്പോയി. ആ പൊട്ടിയ വളഞ്ഞ നടുവെല്ലും കൊണ്ട് തന്നെ വീണ്ടും മെഡിക്കലിൽ നിൽക്കുമ്പോൾ കർത്താവ് അവളോട് കുറേ വാക്കുകൾ പറയും. കർത്താവിനോട് അവൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീസസ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ കയറിപ്പോവും, ചിലപ്പോൾ ഞാൻ വീണു പോകും. ഒരു കാര്യം നമ്മളൊരു ധാരണ വേണം, ഞാൻ തോറ്റാലും വീണാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു ഉടച്ചിലും ഉണ്ടാകത്തില്ല, ഒരു പോറൽ പോലും ഏൽക്കത്തില്ലെന്ന് പറയും. അപ്പോഴുടനെ പരിശുദ്ധാത്മാവ് ഇവിടെ നാവിലേക്ക് പറയും, ഭയങ്കര ഒരു വചനം കൊടുക്കും, അഭിഷേക വചനമെന്ന് പറയും. അത് ഈ ജീവിതത്തിൽ 1-2 അഭിഷേക വചനങ്ങളെങ്കിലും നമുക്ക് കിട്ടണം. എന്നുവെച്ചാൽ അഭിഷേകം എന്ന് കഴിഞ്ഞാൽ ഡേഞ്ചറസ് പോയിന്റിൽ ദൈവം നൽകുന്ന ഒരു കൈ ഇങ്ങനെ നീഴുക. ഇപ്പം നമ്മൾ ചെളിയിൽ മുങ്ങിപ്പോവുകയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ചുറ്റും ആരുമില്ല, അപ്പോഴാണ് ഒരു കൈ നീണ്ട് വന്നതെന്നുണ്ടെങ്കിൽ ആ കയ്യൊക്കെ നമ്മൾ പിടിക്കത്തില്ലേ? അതുപോലെയാണ് ഈ അഭിഷേക വചനത്തിൻ്റെ സംഭവം. ഇവളുടെ സത്യസന്ധത ഡിക്ലെയർ ചെയ്ത്, എന്താണ്, എൻ്റെ നടുവെല്ല് വളഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം, അപ്പം ഞാൻ മെഡിക്കലിന് തോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ തോറ്റാലും ഒരു കാര്യം സത്യമാണെന്ന് എനിക്കറിയാം, എന്താണ്, നമ്മളുടെ റിലേഷന് ഒരിക്കലും ഒരു ഉടച്ചിൽ വരുത്തില്ലെന്ന് പറയും. ഇത് വരുമ്പോൾ ഇവളെ കർത്താവ് യഷ്റൂം എന്ന് വിളിക്കും. യഷ്റൂം എന്താ അർത്ഥം? എന്താ? എന്നിട്ട് ഇവളോട് പണ്ട് ഇവൾ പഠിച്ച വചനം ആത്മാവ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. എന്താ പറയണത്? അത് ഭയങ്കര രസമാക്കി വയ്ക്കാൻ. നിയമാവർത്തനത്തിൻ്റെ 33:26 എടുത്തേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 33:26. യഷ്റൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതാണ് സംഭവം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുന്നതിന് പകരം പറയണ, യഷ്റൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതിങ്ങനെ പണ്ടെവിടെയോ അവൾ മനസ്സിൽ സൂക്ഷിച്ചൊരു സാധനം ഈ ഒരു ഡേഞ്ചറസ് ജംഗ്ഷനിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നൊരു കൈ പോലെ കൊടുക്കുകയും, യഷ്റൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ലെന്ന് വെച്ചാൽ നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത വചനം എന്താ? നിന്നെ സഹായിക്കാൻ, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. മേഘത്തിന്റെ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. യേശു ഇപ്പം ദൈവത്തിൻ്റെ മഹത്വപൂർണനുമായ, ആരാധ്യനായ, അജയനായ, ഐശ്വരൂഢനായ, മേഘസംവാഹകനായി കർത്താവ് വരികയാണ് ഇവളുടെ ജീവിതത്തിലോട്ട്. यीशु, पहले तो हम माता मरियम को धन्यवाद कहना चाहते हैं कि हम ये पवित्र जगह पे पहुंच पाए, पवित्र जगह में पहुंच पाए, और हम इसके लिए माता मरियम और ईश्वर को धन्यवाद कहना चाहते हैं। मेरा नाम धन्या है और ये मेरे पापा हैं जोस सेबेस्टियन, ये मेरी मम्मी मोली जोस, ये मेरी दीदी है दिव्या मोल जोस। हम लोग 25 साल से दिल्ली में रहते हैं और मेरे पापा को कृपासनम के बारे में पहले पता चला था उनकी दोस्त के द्वारा। वो उनने एक पत्रिका दिया था, कृपासनम पत्रिका, और उस टाइम पे मेरी दीदी 12वीं क्लास में पढ़ रही थी। उनका साक्ष्य वही बताएगी। मैं 10th तक मैंने दिल्ली में किया था, मतलब मेरा स्टडीज़ सारे मैंने 10th तक दिल्ली में किया। तो उसकी वजह से मैं जब अचानक से केरला में आई तो मेरे लिए एक नया एनवायरनमेंट था, तो मुझे मेरे स्टडीज़ के साथ कैचअप करने के लिए टाइम लगा। मैं +1 में मैं आई थी, तो +1 मैंने कैसे भी मैंने कर दिया, वो जस्ट पास में मैंने निकाल दिया था। पर जब +2 आई तो मेरा 12th था, तो मुझे ज़्यादा अच्छे से मुझे स्टडीज़ करना चाहिए, तो मैंने कोशिश की, पर उस टाइम भी मुझे बहुत ज़्यादा दिक्कत हो रहा था।
तो मैंने बात किया कि मुझे लो कॉन्फिडेंस फील हो रहा है, मैं अपने क्लासमेट्स के साथ नहीं कैचअप कर पा रही। तो पापा को उस टाइम उनके दोस्त के द्वारा उनको कृपासनम का पत्रिका मिला था। तो उनने मेरे नाम में कवेनेंट लिया था। उसके बाद जब भी मैं एग्ज़ाम के लिए वगैरह जाती हूँ तो मुझे हमेशा वो कृपासनम का जो रूप है वो वगैरह देख के क्रॉस कृपासनम का हॉली ऑयल वगैरह उससे क्रॉस बना के मुझे हमेशा भेजते थे, मेरे जो भी हॉल टिकट है उसमें वगैरह। तो उसकी वजह से मुझे फर्स्ट क्लास डिस्टिंक्शन से मैं पास हुई थी 12th में। इट्स नॉट बाय माय मेरिट बट बाय गॉड्स ग्रेस। ठीक है। उसके बाद हमारा दूसरा साक्ष्य है कि मैं बचपन से मैं एस्मेटिक थी। हम लोग दिल्ली में थे ना, तो एस्मेटिक थी मैं। और 15 साल से मेरा वैसे ही चल रहा था। उसके बाद पापा ने फिर यहाँ के विधान लिया था ना, उसके बाद से मिराकुलसली मेरा 2 साल से नहीं हुआ। मेरे को वो पता नहीं चला था, पर यूजुअली जो ठंड जब हो जाता है ना, तब वहाँ पे मेरे को आस्मा भी उसके साथ ही हो जाता है। मेरे को इन्हेलर यूज़ करना रहता है, फिर नेबुलाइज़र भी यूज़ करना होता है। तो मतलब पूरा एक हेक्टिक चल जाता है उस टाइम पे। तो उसके बाद फिर 2 साल से मैं जब वहाँ पे थी, तब मेरे को ऐसे कुछ ठंडी जब हो रही थी, तब मेरे को ऐसे कुछ फील नहीं हो रहा था कि ऐसे कुछ सांस का भी कुछ दिक्कत, ऐसे कुछ नहीं हो रहा था। तो मैंने ऐसे घर वालों से भी बोला कि मेरे को ऐसे कुछ नहीं हो रहा आजकल, तो क्या हो गया है ना, मैं दिल्ली में ही हूँ। तो उनने ही बताया था कि ऐसे उनने विधान लिया है कि मेरा ये एस्मेटिक प्रॉब्लम के बारे में उनने लिखा था उसमें, माता मरियम की उस पर। और ये माता मरियम का ही है, क्योंकि मेरे को बीच में जब ये 2 साल के बीच में जब इनने विधान ले लिया था पापा ने, और मेरे को बीच में जब सोने से पहले ये होली ऑयल से क्रॉस बनाते थे, फिर मेरे को होली सॉल्ट भी देते थे बीच में, और फिर मेरे को लॉकेट भी पहना रखा था मेरे रोज़री में। और तो ये कृपासनम माता ने ही किया है, मेरे को विश्वास है पूरा। और मेरे को अभी तक जो भी 2 साल हो गए हैं मेरे, 15 साल से नहीं हो रहा था, फिर 2 साल मेरा कुछ नहीं हुआ, ये एस्मेटिक प्रॉब्लम कुछ नहीं हो रहा था मेरा। और उसके लिए मैं माता मरियम को धन्यवाद कहती हूँ। उसके बाद हमारा था तीसरा साक्ष्य है कि मम्मी बहुत सालों से, हमारे बचपन से ही US जाके नर्सिंग जॉब करना चाहती थी, पर बीच में बहुत सारी कठिनाइयाँ आ रही थी। तो फिर 2020 में मम्मी ने 2020 में तो पापा ने अपना विधान लिया था। फिर 2023 में मम्मी ने अपना RN लाइसेंस और IELTS एग्ज़ाम क्लियर कर लिया था। फिर मम्मी ने सोचा, उनकी दोस्त भी वहाँ पे मतलब यूजुअली जाते थे, जो दिल्ली से जाते थे US में, तो उनका प्रोसेसिंग पूरा 6 महीने में 8 महीने में हो जाता था। तो मम्मी ने भी सोचा फिर ठीक है, अभी विधान का जो अभी पापा ने लिया था उसका प्रेयर कंटिन्यू करने का वो मन नहीं लगा कि 6 महीने में हो जाएगा ना प्रोसेसिंग, से ज़्यादा टेंशन भी नहीं था कि हो जाएगा, ऐसे करके छोड़ दिया था। तो ऐसे लूज़ हो गए थे, यूजुअली वो प्रेयर वगैरह मतलब वैसे लूज़, होली मास में जाना कम हो गया था। फिर ये विधान का जो प्रार्थना था वो भी करना कम हो गया था। तो उसके बाद ये फिर ऐसे चलते गया। 1-1.5 साल हो गए तब भी नहीं हुआ। जो लोगों का 6 महीने में हो जाता है, 1-1.5 साल हो गए तब भी कुछ प्रोसेसिंग का कुछ आगे नहीं बढ़ा। तब मम्मी के मन में आया कि कुछ तो इसमें कमी है, और मम्मी के ऐसी मन में आया कि मम्मी को भी सीधा जाके कृपासनम में आके विधान लेना चाहिए, क्योंकि ऐसे दीदी का भी जब ऐसे विश्वास हो गया था और मेरा भी ऐसे एक मिरेकल हो गया था, तो मम्मी को हो गया था कि कृपासनम में आके कुछ तो मिरेकल होगा ही मम्मी का भी। फिर यहाँ पे आके ये इन पर्सन आके मम्मी ने और पापा ने विधान लिया। पापा ने तो फिर से रिन्यू करा, मम्मी ने नया कवेनेंट लिया और फिर कंटिन्यू किया। उसके स्टार्टिंग के 6 महीने जो थे उसमें ज़्यादा कुछ तो हुआ नहीं, चेंजेस कुछ नहीं आया। पर उसके बीच में हमने जो एजेंसी में मम्मी का पहले ये प्रोसेसिंग का भेजा था, उनने तो रेस्ट्रिक्ट, मतलब उन्होंने बोला कि ये आगे नहीं बढ़ेगा, पूरा रेस्ट्रिक्शन है कि गवर्नमेंट ने एलिजिबल नहीं है बोल के वापस भेज दिया था। तो हमने एक बिग अमाउंट ऑफ मनी हमने उन्हें दे दिया था पहले ही,
तो अब इनने ये भी विड्रॉवल हो गया करके भेजा, तो हमने सोचा कि कुछ नहीं होगा इसका, अब पैसे भी वापस नहीं आएंगे, हमारा पूरा लॉस हो गया, हमने सोचा। पर ऐसे नहीं था। ये 6 महीने के बीच में माता मरियम ने वो मिरेकुलसली हमें वो वाला जो बहुत बड़ा जो बिग अमाउंट था वो मम्मी के बैंक में ही भेज दिया था वापस से। तो वो हमने बिल्कुल भी सोचा नहीं था। और हमें पता है कि माता मरियम ने ही किया है, क्योंकि हाँ उसके बाद भी बहुत सारे उनने किए हैं, तो मैं बताती हूँ। तो ये हाँ उसके बाद उनने सुना, फादर जोसेफ ने भी, उनका रिट्रीट भी जो था वो भी सुनती थी और टेस्टिमनीज भी, बहुत सारे साक्ष्य भी सुनती थी। तो उसमें लोग बोल रहे थे कि रिन्यू करने के बाद उन्हें बहुत सारे माता मरियम उनकी जो प्रॉब्लम्स है वो जल्दी सॉल्व कर पा रही थी। और मम्मी ने भी सोचा कि ऐसे कुछ तो है, तो मम्मी यहाँ आई। फिर यहाँ आके सितंबर में उनने रिन्यू कराया अपना जो कवेनेंट लिया था उनने। और रिन्यू करने की वो जब ख़त्म हो रहा था 90 डेज़ पहले ही मम्मी को जो ऐसे एक ड्रीम आया कि माता मरियम ऐसे खड़ी है और उनके अराउंड ना ऐसे लिख के आ रहा है कि योर पेटिशन हैज़ बीन अप्रूव्ड, ऐसे एक ड्रीम आया। तो मम्मी ने वो पापा से भी बोला था, पापा ने ऐसी मजाक में ले लिया कि है ना ऐसे ही आ जाता है ड्रीम वगैरह। उसके बाद 2 दिन बाद वही सेम वर्ड्स में योर पेटिशन हैज़ बीन अप्रूव्ड करके वही सब्जेक्ट में ईमेल में आया था मम्मी के। तो मम्मी ने भी ऐसे देखा, तो पापा से बताया, तो पापा को भी पता नहीं चला, ये दोनों को ऐसे हो गया, तो क्लूलेस हो गए थे कि ये किसकी बात हो रही है। तो उनने फिर यही मेल में वापस उनने भेजा, तो वहाँ पे लिख के आया था कि उनने बताया कि जो तुम 1.5 साल से 2 साल से ट्राई कर रहे थे ना अप्रूव होने का, तो वही आया है कि तुम्हारा पिटीशन अप्रूव हो गया है। तो हमारा उस टाइम पे एक बहुत सरप्राइजिंग और मिरेकुलस वाला हो गया था, क्योंकि जो भी वो पेपर दे रहे थे ना उस पर हम लोग पूरा कृपासनम का जो ऑयल था उस पर क्रॉस बना रहे थे, आई बिलीव इन गॉड एपोस्टल्स क्रीड कर रहे थे। और फिर जो कृपासनम सॉल्ट था, जो भी होली थिंग्स यहाँ से दिए थे ना वो सब कुछ हम लोग यूज़ कर रहे थे। और जो लॉकेट भी था वो भी हम हमेशा उसके बीच में रखते थे। तो हमेशा वो कृपासनम का हम लोग जो होली थिंग्स थे वो रखते थे। और हमें पता है कि माता मरियम ने किया, क्योंकि इनकी ड्रीम में भी माता मरियम ही आई थी और इनको 2 दिन पहले वो पता चल गया था। हाँ, तो हम माता मरियम को उसके लिए भी धन्यवाद कहते हैं। उसके बाद जो प्रोसेसिंग होता है वो जैसे कि इंटरव्यू हो गया, कॉन्सुलेट का इंटरव्यू और बायोमेट्रिक जो वाला प्रोसेसिंग होता है, उसके लिए 6 से 8 महीने लग जाते हैं यूजुअली। उसके बाद तुम जा सकते हो, मतलब यूएस का था ना तो तुम जा सकते हो। तो क्या हुआ था कि ये 6 महीने मम्मी ने फिर सोचा कि हो जाएगा इसके बीच में। और फिर हाँ, फिर कॉन्सुलेट, फिर हम लोग कॉन्सुलेट का, हाँ ये जो पूरा जो माता मरियम ने ये जो पूरा 6 से 8 महीने का पूरा प्रोसेसिंग है ना वो बहुत छोटा कर दिया। और हमारा 2.5 महीने में और 2.5 से 3 महीने के बीच में हमारा पूरा प्रोसेसिंग कर दिया था। और हमें इंडिविजुअल ही कॉन्सुलेट से यहाँ को इंडिविजुअल लेटर मिला कि मौलीजोस कम फॉर द इंटरव्यू, come for the biometric and everything. They sent a अलग सा लेटर from the consulate मुंबई। एंड वो तो पूरा जो प्रोसेस था 6 महीने 8 महीने का वो पूरा 2.5 महीने में हो गया था, 2.5-3 महीने में। पर उसके बीच में प्रॉब्लम्स आ रहे थे, पर माता मरियम ने हमें हेल्प किया वो फेस करने का। और फिर वैसे हम 4 लोगों का उस पर नाम था और उनसे फिर से एक लेटर आया कि ड्रॉप करो तुम्हारा पासपोर्ट, और हमने वो भी ड्रॉप कर लिया था वहाँ पे जाके। फिर उसमें हम 4 का नाम आया और उस पर पासपोर्ट में क्या बोलते हैं वो स्टैम्प भी उनने लगवा के वापस भेजा था वीसा का। और हमारा वैसे जो लोगों का बहुत टाइम लगता है, 8 महीने का प्रोसेसिंग जो लगता है, वो मम्मी ने जब कवेनेंट लिया, विधान लिया, तब उनकी इतनी जल्दी हो गई। उनका जो भी प्रोसेसिंग का था वो प्रॉब्लम भी सॉल्व हो गया और ये टाइम भी शॉर्ट हो गया पूरा प्रोसेसिंग का। हाँ, जब रिन्यू करने के लिए हम लोग इधर आए थे तो
उड़म्बड़ी विधान रिन्यू करके मैंने फादर जोसेफ को मिला था। फादर ने मेरे को क्रॉस करके प्रेयर किया और मेरे से पूछा एजेंसी वालों ने क्या बोल रहे। तो मैंने बोला फादर एवरीथिंग इज़ रिजेक्टेड, एवरीबडी सब ने रिजेक्ट किया है मैंने बोला। तो फादर ने फिर मेरे लिए प्रेयर किया और मुझे एक लॉकेट दे दिया और फादर फिर कुछ नहीं बोला। फिर उसके बाद वो वाला रिन्यूअल के 3 महीना ख़त्म होने से पहले मदर मेरी ने सारा कुछ हमारे लिए कर दिया। उसके लिए हमने फादर जोसेफ को और मदर मेरी को बहुत सारा धन्यवाद देते हैं। उसके बाद हमने प्रेषित प्रवर्तन पत्रिका हम सारा महीना 6 बंडल पत्रिका इधर से बाई पोस्ट हम मंगवाते थे दिल्ली में, और हिंदी, इंग्लिश और मलयालम। और हम जहाँ पर भी हम जाओ हम सर्च करके सबको देते थे और माता मरियम के बारे में हम सबको बोलते थे और बोल के देते थे। जो भी हम तुम्हारा दिक्कत हो रही है, जो भी परेशानी हो, तुम लोग मदर मेरी को प्रेयर करो। और उसके बाद हम एम्बेसी इंटरव्यू के लिए हम गई थी। उससे पहले हम बैग में इधर का इंग्लिश और हिंदी का पत्रिका रखा था बैग में। और हम बॉम्बे जब गई थी तो बेसिलिका चर्च में फीस्ट हो रहा था, बहुत सारे लोग उधर बैठा हुआ था। उनके बीच में जाके हमने माता मरियम के बारे में बोला और उधर का पत्र सबको हमने दे दिया। और उसके अलावा हमने यूपी में, मेरे सिस्टर्स यूपी में है, उधर जब गई थी तो उधर का विलेज लोगों को हमने बुला के एक मीटिंग जैसे बुला के सबके हिंदी और इंग्लिश का पत्र दे दिया। और उस टाइम में उस पत्र में हिंदी का उड़म्बड़ी प्रेयर विधान प्रेयर नहीं था, इसलिए हमने इंग्लिश वाला ट्रांसलेट करके हिंदी में प्रिंट आउट करके बहुत सारा प्रिंट आउट लेके गई थी उधर। तो हमने और लॉकेट भी ले गया था। तो उधर का गांव वालों को हमने मदर मेरी का बारे में बोला और ये सारा पत्रिका दे दिया और उनको बोला हम तुम लोग सब ये मदर मेरी से प्रेयर कर लेना, जो भी हम तुम मांग रहे मदर मेरी जीसस को बोल के हम लोगों के ला के दे देंगे करके। सब लोग इतना खुश हो गया। और बहुत से लोग फिर बोला हमें और पत्र चाहिए। फिर हमने इधर से सीधा बाई पोस्ट उनको फिर पैसे जमा करके हमने फिर भिजवा के दिया था। और कारुण्य प्रवृत्ति हम लोग करते दिल्ली एम्स में हॉस्पिटल के बाहर बहुत सारे लोग वैसे गरीब लोग आते, पेशेंट भी और उनका रिलेटिव्स भी। तो उन लोगों को हम खाना बना के सारा हफ्ता खाना देते थे, फ्रूट्स और पैसा, जो भी गरीब लोग हैं उनको पैसा भी देते थे। कभी कभी कपड़ा जो हमारे हाथ में जो जिनको ज़रूरत है वो हम देते थे। और हमारा लाइफ में बहुत सारा चेंजेस आ गया था। हम चर्च में कैसे भी 3 हफ्ते में कम से कम 3-4 दिन मास अटेंड करने के लिए कोशिश करती थी। और मैं तो उधर नर्स करके एक हॉस्पिटल में ड्यूटी कर रहे, गवर्नमेंट हॉस्पिटल में, तो सारा टाइम जा नहीं सकते, फिर भी हम कोशिश करके जाती थी। और कन्फेशन 2 हफ्ते में एक बार करती थी और मास भी अटेंड करती थी। और ओल्ड एज होम में हम जाती थी। उधर हमारा चर्च के पास एक ओल्ड एज होम था, उधर जाके उनका क्लीनिंग के लिए हेल्प करते थे और उनको भी थोड़ा पैसा डोनेशन देती थी। और उनको जो ज़रूरत है वेजिटेबल्स जो भी उनको ज़रूरत बोलते वो हम मंगवा के देते थे। और इतने सारा हमारे लिए मदर मेरी और जीसस ने किया है, सारा आशीषों के लिए हम बहुत सारा धन्यवाद देते हैं। हमें अभी वीसा मिला हुआ है, हमें टिकट मिला है फरवरी 24 को हम यूएस में जा रहे, वर्जीनिया में हम फैमिली पूरा जाने का वीसा हमें मिल गया। ജീസസ് ഓർ മദർ മേരിക്കോ ബഹുത് സാരാ ധന്യവാദ് ദേത്തി ഹൂം. ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. എൻ്റെ അച്ഛൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് മാസമാണ്. ആ സമയം മുതൽ ഞങ്ങളുടെ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗമെന്ന് പറഞ്ഞിരുന്നത് എൻ്റെ OET എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു.
ആദ്യം ഞാൻ OET 2019 മുതൽ പഠിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. 2022 ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത്. അന്ന് അതെനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. പിന്നെ അതിന് ശേഷം എൻ്റെ അച്ഛൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുകയും പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷം എഴുതിയ എക്സാമും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 2023 ജൂലൈയിൽ ഞാൻ നാട്ടിൽ വരികയുണ്ടായി. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം നവംബറിൽ എക്സാം എഴുതി. ആ എക്സാം നല്ല മാർക്കോട് കൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു. എക്സാം പാസ്സായെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. എനിക്ക് UK പോകണമെന്നായിരുന്നു വലിയ ആഗ്രഹം. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും കറക്റ്റ് കുറേയധികം പ്രശ്നങ്ങൾ UK വരികയും എനിക്ക് പോവാൻ യാതൊരു നിർവാഹവും ഇല്ലാതെയും വന്നു. എന്നിരുന്നാലും മറ്റൊരു രാജ്യത്തേക്ക് നോക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ UK കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂകളൊന്നും തന്നെ വന്നില്ല. കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നീട് എനിക്ക് എൻ്റെ OET ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തേക്ക് നോക്കാൻ പറ്റാവുന്ന സമയവും കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബറിൽ നോർക്ക വഴി ഒരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ ഏതാണ്ട് 5000-ൽ പരം ആളുകൾ അപേക്ഷിച്ച ആ ഇൻ്റർവ്യൂവിൽ ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് ഇരുന്നപ്പോഴാണ് ദൈവമാതാവ് തന്ന അനുഗ്രഹം എത്രയാണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്. കാരണം അതിന് ഇൻ്റർവ്യൂവിന് വരാത്ത ആൾക്കാർക്ക് പകരം എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റാമോ എന്ന് നോക്കി ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാരെ ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഞാൻ അപ്പം തന്നെ എൻ്റെ പപ്പേനെ വിളിച്ചിട്ട് പറഞ്ഞു, ശരിക്കും ഇത് ദൈവം മാതാവും തന്ന അനുഗ്രഹം തന്നെയാണ്, അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരിക്കലും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ലായിരുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ പാസ്സായി. ജൂലൈയിൽ എനിക്ക് പോകാനുള്ള സാഹചര്യമുണ്ടായി. പിന്നീട് പക്ഷേ അവിടെ NHSൽ നടന്ന ചില ഇഷ്യൂസിൻ്റെ കാരണം കൊണ്ട് എനിക്ക് ഒക്ടോബറിലേക്ക് അത് മുന്നോട്ടേക്ക് നീങ്ങിപ്പോയി. അതായത് എൻ്റെ OETക്ക് എന്ന് പറയുന്നത് 2 വർഷത്തെ വാലിഡിറ്റി ആണ് ഉള്ളത്. ആ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വീണ്ടും എഴുതിയിട്ട് പോകാം, അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് എനിക്ക് ഒക്ടോബറിൽ പോകാൻ പറ്റും, നവംബറിൽ എൻ്റെ വാലിഡിറ്റി തീരും. അങ്ങനെ പോയിട്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടൊരു എക്സാം ഉണ്ട്, ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ വീട്ടിലൊന്നും അങ്ങനെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ പപ്പയും വീട്ടുകാരും, ഞാനിപ്പോൾ ജോലി സ്ഥലത്താണ്, പപ്പ വീട്ടിൽ ഇരുന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അതുപോലെ മാതാവിനോട് പ്രാർത്ഥിക്കും, പ്രത്യേകം പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്ടോബറിൽ പോകാനിരുന്നിരുന്ന എന്നെ ജൂലൈ 17-ാം തീയതിയിലേക്ക് പോകാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു. അങ്ങനെ എൻ്റെ വിസ വന്നു, ടിക്കറ്റ് വന്നു. ഈ മാസം 17-ാം തീയതി ഞാൻ UK പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പപ്പ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ തോതിൽ മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും അതിലെ ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ പപ്പ ആ ശീലം പാടെ ഉപേക്ഷിച്ചു. പിന്നെ അതിന് ശേഷം എൻ്റെ പപ്പ മദ്യപിച്ചിട്ടില്ല. അതുപോലെ ചെറിയ തോതിൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതൊക്കെ പപ്പയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അങ്ങനെ അമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. അമ്മയുടെയും തിരുകുമാരൻ്റെ അനുഗ്രഹമില്ലാതെ ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി പറയാൻ
ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളിൽ കൂടുതലായും എന്നേക്കാൾ കൂടുതലായിട്ട് എൻ്റെ പപ്പയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പപ്പ എല്ലാ ദിവസവും, അതായത് ഈ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം എൻ്റെ പപ്പ പള്ളി പോകാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാൻ പക്ഷേ എനിക്ക് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചില സമയത്തൊക്കെ എനിക്ക് കുർബാന മുടങ്ങാറൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ പപ്പ ഇന്നേ വരെ ഒരു ദിവസം പോലും പള്ളി പോവാത്തതായിട്ടില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതുപോലെ ഇവിടുത്തെ യൂട്യൂബിലും ടി വിയിലൊക്കെ ആയിട്ട് കൃപാസനത്തിൻ്റെ എല്ലാ വീഡിയോകളും സാക്ഷ്യങ്ങളും കേൾക്കുകയും എനിക്കത് ഷെയർ ചെയ്ത് തരും. അതുപോലെ പപ്പ എൻ്റെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറഞ്ഞു തരുമൊക്കെ എന്നും ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പത്രം വിതരണം ചെയ്യാറുണ്ട് പല മേഖലകളിലായിട്ട്. അതുപോലെ പപ്പ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ പോയി അവിടുത്തെ രോഗികളെ കാണാൻ പോകാറുണ്ട്. പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ തിരുക്കുമാരനും അമ്മ മാതാവും വഴി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.